സ്റ്റാഫിന് എന്തായിരുന്നു? അത് ചോദ്യം എനിക്ക് എന്തായിരുന്നടാ? അതായത് പ്രൊഡ്യൂസർ ആയിരുന്നോ ഡയറക്ടർ ആയിരുന്നോ കൂടുതൽ എക്സൈറ്റ് ചെയ്യിച്ചത്? പൈസ തന്നപ്പോ പ്രൊഡ്യൂസറും സിനിമ കംപ്ലീറ്റ് ചെയ്തപ്പോ മനു ഡയറക്ടറും. വണ്ടർഫുൾ. ഈ ഫ്രൈഡേ ഫിലിം ഹൗസ് എന്ന് പറയുന്നത് പൊതുവെ വളരെ മികച്ച സിനിമകളൊക്കെ ചെയ്ത് കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ഇവർ ആദ്യമായിട്ട് സന്ദീപിനെ ഈ ഒരു സിനിമയിലേക്ക് വിളിച്ചപ്പോൾ എന്തായിരുന്നു മാനസികാവസ്ഥ? എന്തൊക്കെയാണ് മനസ്സിലൂടെ പോയത്? അല്ല, ഫ്രൈഡേ ഫിലിം ഹൗസ് ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ്. അപ്പോൾ വിളിച്ചപ്പോൾ തന്നെ നമുക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ട്. ഓക്കെ, നല്ല സിനിമ ആയിരിക്കാം എന്നുള്ളൊരു വിശ്വാസം അപ്പം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ മനുവിനെ പരിചയപ്പെട്ടു. മനുവിൻ്റെ സ്ക്രിപ്റ്റ് പറയുന്ന രീതി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പുള്ളി ഓൾറെഡി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. നമ്മളെ പോലെ ഇങ്ങനെ സംസാരിക്കുന്ന ഭയങ്കര ഹൈപ്പറായിട്ട് സംസാരിക്കുന്ന ആളാണ് മനു. സിനിമയുടെ കോണ്ടന്റും കുറച്ച് എക്സ്ട്രാ ഓർഡിനറി, കുറച്ച് മാറി നിൽക്കുന്ന ഒരു കോൺസെപ്റ്റ് ആയതുകൊണ്ട് മനു അത് പറയുന്നത് കൊണ്ടും എന്തുകൊണ്ടും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് സെഷനും കൂടെ ആയിരുന്നു ഞാനും മനുവും തമ്മിൽ ആ സമയത്ത് ഉണ്ടായത്. പിന്നെ ഈ 2 കാരണങ്ങളും കൊണ്ട്, പിന്നെ ഷറഫിക്കാണ്, സുരാജേട്ടനാണ് അഭിനയിക്കുന്നത്, എല്ലാം കൂടെ വന്നപ്പോൾ ഒരു നല്ലൊരു പാക്കേജ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ട് ഫീൽ ചെയ്തു പടക്കളം.